ഒരു ഭരണഘടനാ സ്ഥാപനത്തെ പറ്റി മറ്റൊരു ഭരണഘടനാ സ്ഥാപനം 2 തവണ അതിനിശ്ചിതമായ വിമർശനം നടത്തിയിരിക്കുന്നു. ആ വിമർശനങ്ങൾക്ക് മറുപടിയായി നിയമസഭയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഹൈക്കോടതി ജഡ്ജ് ആണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനെതിരെ 2ാമത്തെ തവണ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇന്ന് വളരെ സുപ്രധാനമായ ഒരു യോഗം ചേർന്ന് മുഖ്യമന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും അതുപോലെ അഡ്വക്കേറ്റ് ജനറലും എല്ലാവരും ചേർന്നുള്ള ഇന്നത്തെ യോഗത്തിൽ അഡ്വക്കേറ്റ് ജനറലിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി വീണ്ടും അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ഒരു വിഷയം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മോടൊപ്പം ഇന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അതിഥിയായി ചേരുന്നു. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനുണ്ട് ബിജെപിയുടെ പ്രതിനിധിയായി, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ, അഡ്വക്കേറ്റ് ജയശങ്കറിനെയും വി എസ് സുനിൽകുമാറിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഫക്രുദ്ദീൻ അലിയും നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം തന്നെ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ, മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞിരിക്കുന്നു അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനെതിരായ കടന്നാക്രമണത്തെ ചെറുക്കുമെന്ന്, അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണമെന്ന്. അതുതന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസിഫ് അലിയും ആവർത്തിച്ചിരിക്കുന്നു. AGയെ സംരക്ഷിക്കണമെന്ന് ആസിഫ് അലി അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആ അഭിപ്രായ പ്രകടനം കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. യെസ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനെതിരെ കടന്നാക്രമണം വരുമ്പോൾ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെയുള്ള ആക്രമണത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഭരണഘടനാ സ്ഥാപനത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ സർവശക്തി ഉപയോഗിച്ച് ചെറുത്തു നിൽക്കേണ്ടത് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ ബാധ്യതയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ഇവിടെ ഹൈക്കോടതി രജിസ്ട്രാർക്കെതിരെ ഉത്തരവിട്ടിരിക്കുകയാണ്. അദ്ദേഹം ജഡ്ജിയുടെ നടപടിയെ സാങ്കേതികമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുൻ ജഡ്ജിമാർ ശ്രീ ബെന്നൂർ മഠനെ പോലുള്ള ആളുകൾ, KS രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ PK ശംസുദ്ദീനെ പോലുള്ള ആളുകൾ ഇതിനെ ശക്തമായി ജഡ്ജിയുടെ ഈ പരാമർശങ്ങൾ അനുചിതമായി പോയെന്നും തികച്ചും അത് ഭരണഘടനയ്ക്ക് അന്തസ്സത്തയ്ക്ക് നിരക്കുന്നതല്ല എന്നും പരാമർശം നടത്തി കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു തർക്കത്തിലില്ല. ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് AGയുടെ ഓഫീസിൽ അവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞത് അഭിഭാഷകർ കുറ്റമറ്റ രീതിയിൽ കേസ് നടപ്പിലാക്കണം. നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ ജസ്റ്റിസിന്റെ ഉത്തരവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സർക്കാർ അഭിഭാഷകരുടെ ഓഫീസ് ജാഗ്രതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കണം, കേസുകൾ നടത്താനുള്ള സന്നദ്ധത പൂർണ്ണമായി കാണിക്കണം, ഈ കേസുകൾ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഈ നിരീക്ഷണങ്ങളെ എങ്ങനെ അത് ചൊടിപ്പിക്കുന്ന കാര്യം? ഒരു നിമിഷം, നമ്മളോട് അഡ്വക്കേറ്റ് സുനിൽകുമാർ MLA ചേരുന്നു. ശ്രീ സുനിൽകുമാർ, ഇന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മാത്രം സ്വല്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ജുഡീഷ്യറിയുമായി നേരിട്ട് യുദ്ധത്തിനില്ലെന്ന് പറയുമ്പോൾ തന്നെ വെല്ലുവിളിയായി സ്വീകരിക്കാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശ്രീ സുനിൽകുമാർ എന്ന് പറഞ്ഞാല് ജുഡീഷ്യറിയുടെ ഭാഗമാണ്. കാരണം അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് കോടതിയുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളിൽ സർക്കാരിന്റെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കാൻ കോടതിയെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഏതെങ്കിലും ഒരു ജഡ്ജി തുടർച്ചയായി പരാമർശം നടത്തുന്നുണ്ടെങ്കിൽ ആ പരാമർശത്തെ രാഷ്ട്രീയമായി നേരിടുന്ന സംവിധാനമാണ് ഇന്ന് ഉമ്മൻചാണ്ടി കാണിച്ചിരിക്കുന്നത്. അത് രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം നിയമപരമായി നേരിടാൻ എന്തുകൊണ്ടാണ് അവർ തയ്യാറാവാത്തത്? നിയമത്തിന്റെ മാർഗങ്ങളിലൂടെയാണല്ലോ കോടതി വിധികളെ മറികടക്കേണ്ടത്. അല്ല, രാഷ്ട്രീയമായ അവരുടെ പ്രസ്താവനയിലൂടെയും പ്രോസിക്യൂഷൻ ജനറൽ DGP ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ പരസ്യമായിട്ട് തെരുവ് പ്രശ്നം പോലെ പ്രസംഗിക്കലാണോ? അല്ലെങ്കിൽ AGയുടെ ഓഫീസ് അത് ഏതോ ഒരു ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് ആർക്കെതിരാണ് ഒറ്റക്കെട്ടായി നീങ്ങുന്ന? ആർക്കെതിരെയാണ്? ജനങ്ങൾക്കെതിരാണോ? അല്ലെങ്കിൽ ആർക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ജുഡീഷ്യറിക്കെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാൻ ഇവർക്ക് ഭരണഘടന അവകാശം. അപ്പൊ ടെർമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. ഒരു കാരണവശാലും ഒരു ജഡ്ജിക്ക് സ്ഥലം മാറ്റം വന്നാൽ, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസിന് സ്ഥലം മാറ്റം വന്നാൽ ഫോർത്ത് വിത്ത് എന്നാ പറയാ, ഇമ്മീഡിയറ്റ് ആയിട്ട് മാറണം. പക്ഷെ അദ്ദേഹം 1 മാസം അവിടെ ഇരുന്നു, പല വകുപ്പുകളിൽ പല കാര്യങ്ങളിലും അദ്ദേഹം ഉത്തരവ് പാസാക്കി. വാസ്തവത്തിൽ ആ ഉത്തരവുകളൊക്കെ നൾ ആൻഡ് വോയിഡാണ്, പക്ഷെ ഉത്തരവുകൾ പാസാക്കി. അത് കഴിഞ്ഞു ഇനി ഇദ്ദേഹത്തിന്റെ മകന്റെ കാര്യത്തിലേക്ക് വരാം. ഇദ്ദേഹത്തിന്റെ മകന്റെ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കണോ? ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ മകനാണ് ഹൈക്കോടതിയിലെ പല വക്കാലത്തുകളും ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കൃത്യമായി ചോദിക്കുന്നു, പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ല, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരു അലിഗേഷൻ അല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ വിജയത്തെക്കുറിച്ച് സുപ്രീം കോടതി അദ്ദേഹം പാസ്സായതിനെ കുറിച്ച് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഒരു പേപ്പറിൽ. അത് ആ പേപ്പർ ക്യാൻസൽ ആയതിനു ശേഷം സപ്ലിമെന്റ് ആണ് അദ്ദേഹം എഴുതിയെടുത്തത്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ആദ്യം
അദ്ദേഹം ജയിച്ചു എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ എൻറോൾമെന്റ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരു പുതുമയല്ലെന്നുള്ള വാദഗതി നിലനിൽക്കുന്നുണ്ട്. ജുഡീഷ്യൽ ഓഫീസ് അല്ലെങ്കിൽ ജഡ്ജിമാരുടെ, ജസ്റ്റിസുമാരുടെ മക്കളും ബന്ധുക്കളും ഒക്കെ അതേ കോടതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. ഒരു സ്വകാര്യമായി സ്വന്തമായി ഒരു എന്താ പറയാ അഭിഭാഷക സ്ഥാപനം നടത്തുന്നത് കൊണ്ട് കൂടിയാണോ ഒരുപക്ഷെ ഈ ദണ്ഡപാണിക്കെതിരെ ഒരു എലമെന്റ് ഓഫ് ജലസി ആ രീതിയിലും കൂടെ ഇതിനെ കാണേണ്ടതുണ്ടോ? ഇതിൽ എലമെന്റ് ഓഫ് ജലസി അല്ല, ഇതിനകത്തൊരു കോൺസ്പിറസി ആണുള്ളത്. ഉമ്മൻചാണ്ടിക്ക് പൊതുവെ കൊടുക്കുന്ന അഡ്വാൻറ്റേജ്, മൂപ്പര് പഠിച്ച കള്ളനാണെങ്കിലും മൂപ്പര് വളരെ മാന്യമായിട്ട് ഇടപെടുന്നുണ്ട്. മൂപ്പര് ഒരു എന്താ പറയുക, ഈ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങളൊന്നും മൂപ്പര് അധികം ഉണ്ടാവാറില്ല. എന്നാൽ അടുത്ത് നമ്മളിപ്പോൾ AG ആയിട്ടുള്ള ഒരു കേസിലെല്ലാം കണ്ട് പലപ്പോഴും നിലവിട്ട് പോകുന്നുള്ളത്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു വലങ്കയായി പ്രവർത്തിക്കുന്ന ജോസഫിന്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്ന പരാമർശം ശരിക്കും കോടതിയെ അവഹേളിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഇതിന്റെ ഒരു വലിയൊരു പ്രോബ്ലം കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ചെക്ക് ആൻഡ് ബാലൻസ് നിലനിർത്തുന്നതാണ് ഈ കോടതി. ഇപ്പം നമ്മളെ എക്സിക്യൂട്ടീവിലും ലെജിസ്ലേച്ചറിലും ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടും, ഒരു കോടതി പോകും. പല പ്രമാദമായ കോടതികളും ജുഡീഷ്യൽ ആക്ടിവിസം ഗവൺമെന്റ് കോടതിയുടെ ഇടപെടലാണ് ഗവൺമെന്റിനെല്ലാം ദിശാബോധം നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ചവിട്ടി ഉണർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നിലനിന്ന് പോകാൻ അത് ആവശ്യമാണ്. ഈ രാഷ്ട്രീയക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം എന്താണ്, അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ജുഡീഷ്യറിയിലെ ആളുകൾക്കുള്ള വിശ്വാസം നഷ്ടമല്ല, ജുഡീഷ്യറി അവഹേളിക്കുന്നു എന്ന് തോന്നേണ്ട. ജുഡീഷ്യറിയെ പറ്റി നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ് ആത്യന്തികമായിട്ട് അത് ഉണ്ടാകാൻ പോകുന്നത്. മൊത്തം ജനാധിപത്യ സംവിധാനത്തെ അത് സബോട്ടാഷ് ചെയ്യും എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ കോൺഗ്രസിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും, കേന്ദ്രത്തിലാരും വന്നാലും കേരളത്തിലാരും വന്നാലും എവിടെയാണെങ്കിലും ഈ അഡ്വക്കേറ്റ് ജനറൽ പോലുള്ള അപ്പോയിന്റ്മെന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആവുന്നു എന്നുള്ളത്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉള്ള പോലെ അന്നേന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻപെക്കബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ് ഉള്ള ഇന്റഗ്രിറ്റി ഉള്ള ആളുകളെ കൊണ്ടുവരണം. മിക്ക ഘട്ടങ്ങളും നമ്മൾ കണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് മുദ്രാവാക്യം എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ സോ കോൾഡ് പാർട്ടി വക്കീലന്മാരെ ആളുകളെ ഈ പോസ്റ്റ് നിയമിക്കുക. അതാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നത്. ഇനിയൊക്കെ നിങ്ങൾ നിയമിച്ചോളൂ. നിങ്ങൾ ചുരുങ്ങിയ ഒരു കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ വലിയ കമ്പനികളൊക്കെ നടത്തുന്ന ആളുകളെ പിടിച്ച് നല്ല ഇന്റഗ്രിറ്റി ഉള്ള ജയശങ്കറിനൊക്കെ പോലുള്ള വക്കീലന്മാരുണ്ടല്ലോ, അവരെയൊക്കെ പിടിച്ചാൽ അഡ്വക്കേറ്റ് ജനറൽ ആയിക്കോളൂ. ജയശങ്കർ ആക്കണമെന്നല്ല അദ്ദേഹത്തെ താല്പര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ ആക്കുന്നതാണ് നല്ലത്. കാരണം ഈ വലിയ അസോസിയേറ്റ്സ് ഒക്കെ നടത്തുന്ന ആളുകൾക്ക് പ്രോബ്ലം തരിക, അവർക്ക് അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. മാത്രമല്ല അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ ഇപ്പം ഇദ്ദേഹം അറ്റോർണി ജനറൽ ആയിരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ മകനെ കോടതി പ്രാക്ടീസ് ചെയ്യുന്നു, എതിർകക്ഷിയുടെ വക്കീലായി വരുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ചില തിരിമറികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്, സംശയം ബലപ്പെടും. അത് ഈ എന്റെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സൂയിസൈഡ് ബാഗായി മാറും. അത് ഷെഫീനെ പോലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കി ഭാവിയില്ലെങ്കിൽ പ്രവർത്തിച്ചാൽ കൊള്ളാം.